ഉത്തരേന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായ പരിസര പ്രദേശങ്ങളുള്ള ഒരു ഒരു പ്രദേശമാണ്. അവിടെ ഉത്തരേന്ത്യയിൽ നിന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് ചേരികളാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ കേരളത്തിൽ വളരെയധികം വിപുലമാണ്. കാരണം കേരളത്തിലുള്ള ആൾക്കാർ ഉത്തരേന്ത്യ കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോയ ആൾക്കാർ വ്ളോഗുകളിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ എല്ലാം നമ്മളെ അത് പരിചയപ്പെടുത്തുമ്പോൾ ഇവിടെ വൃത്തിക്ക് യാതൊരുവിധ കുറവുമില്ല, ഒരുപക്ഷെ കേരളത്തെക്കാട്ടിലും വൃത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെരുവിളി കേൾക്കേണ്ട അവസ്ഥ വരും. കാരണം കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. കേരളത്തിലൊരു പ്രത്യേക മതവിഭാഗം അവരെ പോയി തെറി വിളിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം ഇവർക്ക് ഈ ഹിന്ദുത്വത്തോടും ഹിന്ദുക്കളോടും അല്ലെങ്കിൽ എന്തിനു പറയുന്നു ഇതിൻ്റെ സിമ്പിൾസിനോടും എല്ലാം തന്നെ വലിയ വെറുപ്പാണ്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരുമല്ല എങ്കിലും ചില മതമൗലികവാദികൾ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവർക്ക് കുരുപൊട്ടുന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് സ്വച്ഛ് സർവേക്ഷൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള 4500 നഗരങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നുമുള്ള 14 കോടി ആളുകൾ മുഖാമുഖം ഓൺലൈൻ സ്വച്ഛതാ ആപ്പ്, മൈ ഗവൺമെൻറ്, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ഈ സർവേയിൽ പങ്കെടുത്തു. ഈ വർഷം ഒരു പുതിയ റാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയിരിക്കുകയാണ്. ആ റാങ്കിംഗ് അനുസരിച്ച് 50,000 മുതൽ 3 ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങൾ, 3 ലക്ഷം മുതൽ 10,000 വരെ ജനസംഖ്യയുള്ള നഗരങ്ങൾ, 10,000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങൾ എന്നിവ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഒരു പ്രത്യേക വിഭാഗ നഗരങ്ങളെയും റാങ്ക് ചെയ്തു. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൃത്തിയുള്ള വൻ നഗരങ്ങളുടെ വിഭാഗത്തിൽ രാജ്യത്തെ 50 വൻ നഗരങ്ങൾ ഉൾപ്പെടുന്നു. ആ വിഭാഗത്തിൽ അഹമ്മദാബാദ് നമ്പർ 1 ആണ്. അതായത് രാജ്യത്തെ വൻ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം അഹമ്മദാബാദാണ്. ഈ അഹമ്മദാബാദ് നിർഭാഗ്യവശാൽ ഗുജറാത്തിലാണ് എന്നുള്ളതാണ്. ഈ ഗുജറാത്തിലുള്ള അഹമ്മദാബാദ് ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് അത് നരേന്ദ്രമോദിയല്ലേ ഈ റാങ്കിംഗ് ഒക്കെ നടത്തുന്നത്, അപ്പം മോദിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. ഈ നരേന്ദ്രമോദിയുടെ നീതി ആയോഗ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ റാങ്കിങ്ങിൽ പലതിലും കേരളം നമ്പർ 1 ആണ്. കേരളം നമ്പർ 1 ആകുമ്പോൾ അത് കേരളത്തിൻ്റെ മഹത്വവും, അഹമ്മദാബാദ് നമ്പർ 1 ആകുമ്പോൾ അത് മോദിയുടെ ഒരു തിരിമറിയുമാണ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത തരം ഒരു വൈകൃതമാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ്. അത് അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജീനിലുള്ളതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് വേടനൊക്കെ പറഞ്ഞതുപോലെ ഈ മതമൗലികവാദം പേറുന്നവരുടെ DNA-യിലുണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. എന്തായാലും രാജ്യത്തെ 50 നഗരങ്ങളിൽ അഹമ്മദാബാദ് 1-ാം സ്ഥാനം നേടി. മധ്യപ്രദേശിലെ ഭോപ്പാൽ 2-ാം സ്ഥാനവും ഉത്തർപ്രദേശിലെ തലസ്ഥാനമായ ലഖ്നൗ 3-ാം സ്ഥാനത്തുമെത്തി. ഈ വിഭാഗത്തിൽ ഏറ്റവും താഴെ മധുരയാണ്. ലുധിയാന 39-ാം സ്ഥാനത്തും ചെന്നൈ 38-ാം സ്ഥാനത്തുമെത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ വർഷം പുതുതായി ചേർന്ന സൂപ്പർ സ്വച്ഛ് ലീഗ് സിറ്റി വിഭാഗത്തിൽ ഇൻഡോർ 1-ാം സ്ഥാനം നേടി എന്നുള്ളതാണ്. ഇൻഡോർ അവിടെയുള്ള നഗരങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് സ്ലംസ് ഒക്കെ ഓർമ്മ വരും. അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പക്ഷേ ഇവിടെ നിന്ന് വ്ളോഗർമാർ പോയി ഇൻഡോർ നഗരത്തെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു യൂറോപ്യൻ സ്റ്റൈലുള്ള രീതിയിലാണ് ഇൻഡോർ നഗരം ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ പോകാത്ത ആൾക്കാർ ഇവിടെ ഇരുന്ന് കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ അവിടെ പോയ ആൾക്കാർ ഇതൊക്കെ കണ്ട് അന്തം വിടുകയാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുറ്റം പറയുന്ന മതമൗലികവാദികൾ കൂടിപ്പോയാൽ പോകുന്നത് സൗദി അറേബ്യയും UAE ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തും പോലെ. എന്നാൽ ഇവിടെ നിന്ന് ഗുജറാത്തിൽ പോയി ജോലി ചെയ്ത് അന്തസ്സായിട്ട് കുടുംബം പോറ്റുന്ന പല മലയാളികളും ഇന്നുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള മലയാളികൾ കൃത്യമായിട്ടുള്ള വിശദീകരണവുമായിട്ട് രംഗത്തെത്താറുണ്ട്. ഗുജറാത്തിലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് രംഗത്തെത്താറുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ അവിടെ പോയ മലയാളികൾ പോലും ചിലപ്പോൾ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തില്ല. കാരണം നിരന്തരം കലാപം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അവിടെ നരേന്ദ്രമോദി വന്ന ശേഷം ഒരു കലാപം നടന്നു. അത് മോദി കയറി ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് നടന്നൊരു കലാപമാണ്. ആ കലാപം നടന്ന ശേഷം പിന്നെ ഇതുവരെ ഒരു കലാപം ഗുജറാത്ത് കണ്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉത്തർപ്രദേശിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. യോഗി ആദിത്യനാഥ് കയറുന്നത് വരെ കലാപങ്ങളായിരുന്നു. യോഗി കയറിയ ശേഷം അവിടെ കലാപം നടത്താൻ ആർക്കും ധൈര്യമില്ല. ഹത്രാസിലൊക്കെ കലാപം നടത്താനായിട്ടുള്ള ശ്രമമൊക്കെ നടന്നു. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ വർഗീയവാദിയായിട്ടുള്ള കേരളത്തിലെ ജേർണലിസ്റ്റായിട്ടുള്ള മാപ്രയായിട്ടുള്ള സിദ്ദിഖ് കാപ്പൻ അങ്ങോട്ടേക്ക് പോയത്. മനോരമയുടെ മറ്റൊരു ജേർണലിസ്റ്റ് തന്നെ സിദ്ദിഖ് കാപ്പനെ പിടിച്ച് അകത്തിടാനുള്ള തെളിവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെയാണ് സിദ്ദിഖ് കാപ്പൻ അകത്തായത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം അതൊക്കെ. അപ്പോൾ ഈ റാങ്കിങ്ങിൽ, പുതിയ റാങ്കിങ്ങിൽ അഹമ്മദാബാദാണ് ഏറ്റവും വൃത്തിയുള്ള നഗരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.